ഹലോ എവ്രി വൺ, കേരളീമം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പോസ്റ്റ് ഡെലിവറി കെയറിൽ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ന്യൂ ബോൺ ബേബീസിൻ്റെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ ന്യൂ ബോൺ ബേബീസിൻ്റെ, അതായത് നവജാത ശിശുക്കളുടെ സ്കിന്ന് എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. പ്രഗ്നൻസി കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ പാരൻസിൽ, പ്രത്യേകിച്ചും അമ്മമാർ, കൂടുതലും കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളെക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന്, അതായത് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് അവൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് നല്ല 100% പ്യുവർ ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലായിരുന്നു. അതായത് നമ്മുടെ തേങ്ങാവെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. ഇന്നത്തെ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയാണ് എൻ്റെ. അത് 9 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഡെലിവറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ശരിയാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുവാവ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പൊക്കിൾക്കൊടിയൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങുമല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും വളരെയധികം സ്യൂട്ടബിളായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യം വരുന്ന ഇൻഗ്രീഡിയൻറ്റ് നല്ല മൂത്ത നാളികേരത്തിൻ്റെ തേങ്ങാപ്പാൽ, അതായത് വെള്ളം തൊടാണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ മാത്രം മതി നമുക്ക് ഈ വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട്. വളരെയധികം സമയമെടുത്തിട്ടേ നമുക്ക് ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ വെള്ളം തൊടാതെ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാൽ നല്ല തീയിൽ കിടന്ന് തിളച്ച് നല്ലപോലെ തേങ്ങാപ്പാൽ വറ്റി അതിൽ നിന്നാണ് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടായി കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ മസാജ് ഓയിലായിട്ട് നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ വെളിച്ചെണ്ണ. നമ്മുടെ കുഞ്ഞാവുകളുടെ സ്കിൻ കെയർ മാത്രമല്ല കേട്ടോ, ഹെയർ ഗ്രോത്തിനും വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ഈ വെന്ത വെളിച്ചെണ്ണ. അതായത് നമ്മൾ കുഞ്ഞുവാവകളിൽ കണ്ടിട്ടുണ്ട്, അതായത് ക്രാഡിൽ ക്യാപ്പ് വന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ ഹോർമോൺ വ്യത്യാസം മൂലം തലയിൽ ഈ ക്രാഡിൽ ക്യാപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാനായിട്ട്, തലയിൽ തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ ദേഹത്ത് പുരട്ടി കുളിപ്പിക്കാനും നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വരണ്ട ചർമ്മം, കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ സ്കിൻ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽസ്, മസാജ് ഓയിൽസ്, സോപ്പ്, അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട് കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിൽ. ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മോന് ആദ്യത്തെ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തേച്ചുകൊണ്ടിരുന്നത് വെന്ത വെളിച്ചെണ്ണയായിരുന്നു. തലയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ദേഹത്ത് മസാജ് ചെയ്ത് കുളിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും ഞാൻ വെന്ത വെളിച്ചെണ്ണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വെളിച്ചെണ്ണ നോർമലി നമ്മൾ ദേഹത്ത് പുരട്ടി ഒരു 5 മിനിറ്റോളം കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഷീറ്റിൽ കിടത്തും. അതിന് ശേഷമാണ് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കുന്നത്. സോപ്പും ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്ത് നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ, അതായത് ന്യൂ ബോൺ ബേബീസിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഡയപ്പർ റാഷസ്. മിക്ക കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഡയപ്പർ റാഷസിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മോനും ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാനും ഞാൻ ആ റാഷസ് ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുന്നത് ഈ വെന്ത വെളിച്ചെണ്ണ ആയിരുന്നു. വെന്ത വെളിച്ചെണ്ണ തേച്ച് ഒരു 5-10 മിനിറ്റ് കിടത്തതിന് ശേഷം മാക്സിമം പകൽ സമയത്ത് ഞാൻ ഡയപ്പർ യൂസ് ചെയ്യാണ്ട് നോക്കും. റാഷസ് ഉണ്ടായിരുന്ന സമയത്ത് രാത്രി കിടക്കാൻ നേരത്ത് ഈ ഓയിൽ തേച്ചിട്ടാണ് ഡയപ്പർ ഇട്ട് കിടത്തിയിരുന്നത് കൊച്ചിനെ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരുന്നു കേട്ടോ. നമുക്ക് ഡയപ്പർ റാഷസ് വരുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് നല്ല ആശ്വാസം കിട്ടും. മാത്രമല്ല വേറെ ക്രീമുകളും കാര്യങ്ങളും തേക്കാണ്ട് തന്നെ അത് തന്നെ മാറി ഹീലായി പോവുകയും ചെയ്യും. നമ്മുടെ ഈ തേങ്ങാവെന്ത വെളിച്ചെണ്ണയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ആരോഗ്യപ്രദമായിട്ടുള്ള ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
ഇവിടെ ഞാൻ ഈ വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 20 വിളഞ്ഞ നാളികേരമാണ്. അതിൻ്റെ പാല് വെള്ളം തൊടാതെ നമ്മൾ പിഴിഞ്ഞെടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു പ്രോസസ്സ്. നല്ലപോലെ പിഴിഞ്ഞ് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് വേണം ആ പാല് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു ഉരുളിയിലേക്ക് പകർത്തി നല്ലപോലെ തീ കൂട്ടിയിട്ട് തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട്. അത് മാത്രമല്ല ഗ്യാസും ഒത്തിരി ചിലവാകും. അപ്പോൾ ഗ്യാസിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പുറത്താണ് അടുപ്പ് കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ തേങ്ങാപ്പാൽ അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യണ കയ്യിലോ അല്ലെങ്കിൽ ചട്ടുകമോ ഒന്നും മാറ്റാൻ പാടില്ല. കാരണം നമ്മൾ ഏത് നേരം ഇളക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും നമ്മുടെ ഈ തേങ്ങാപ്പാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് നമ്മളിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ അരികത്തൊക്കെ ഇരിക്കാൻ നമ്മുടെ കയ്യിലൊക്കെ വീഴാണ്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ പൊട്ടി തുടങ്ങിക്കഴിഞ്ഞ് വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നു തുടങ്ങും. അതിനകത്ത് ഈ തേങ്ങാപ്പാൽ വേവും തോറും നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് തേങ്ങാപ്പാൽ വെന്ത് വെളിച്ചെണ്ണയാവും തോറും നമ്മൾ എടുത്തിരുന്ന ആ പാലിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞ് വെളിച്ചെണ്ണയായിട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഉരുളിയുടെ ഒരു കാൽഭാഗത്തോളം ആയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, നമ്മൾ എടുത്തിരുന്ന തേങ്ങാപ്പാൽ വെള്ള നിറമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തിളച്ച് വറ്റി അത് ചുമന്ന കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ നല്ലപോലെ വെന്ത് വറ്റി വരുന്ന സമയത്ത് അതിലെ വെള്ളം എല്ലാവരും വറ്റി വരുന്ന സമയത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നല്ലപോലെ പൊട്ടണ പോലത്തെ സൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ പൊരിയണ സൗണ്ട് അത് കേട്ടുകൊണ്ടിരിക്കും. അതെപ്പോഴാണോ നിൽക്കുന്നത് ആ സമയത്താണ് എണ്ണ ശരിക്കും നമുക്ക് റെഡിയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നതായിരിക്കും, കറച്ച് ചീത്തയായി പോകുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ റെഡിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പൊട്ടലൊക്കെ നല്ലപോലെ നിന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഒന്നുകൂടി നല്ല തീയിലൊന്ന് വേവിച്ചെടുക്കും വെളിച്ചെണ്ണ. കാരണം ഇതിലെ പൊട്ടലൊക്കെ മാറി എന്നുള്ളത് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ തീയിലൊന്ന് വേവിക്കും. അതിനുശേഷമാണ് നമ്മൾ എണ്ണ ഊറാനായിട്ട് നമ്മുടെ ഉരുളി ഇറക്കി വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിനോടടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ എണ്ണ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചില്ല് പാത്രമാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അതിനകത്തേക്കാണ് ഞാൻ ഈ വെളിച്ചെണ്ണ പകർത്തി മാറ്റുന്നത്. ഇതിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ, അതായത് നല്ല ചൂടായിട്ടിരുന്ന വെളിച്ചെണ്ണ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഗ്ലാസ് ബോട്ടിലിനകത്തേക്ക് പകർത്താം. നമ്മൾ അമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡെലിവറി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സ്കിൻ കെയറിനും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിൻ്റെ സ്കിൻ കെയറിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട്. അതെല്ലാം വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.